സഹോദരന്മാർ, ഞാനൊരു കാര്യം പറയാം. ഈ ലോകത്തിൽ വന്നിരിക്കുന്ന തീവ്രവാദം മുസ്ലിം രാജ്യങ്ങളെ തകർക്കാൻ ഇതിന്റെ പിതാവാരാ? നമ്മൾ ഏത് കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ പുറമൂടി കാണില്ലേ? ആരാ പിതാവ്? അതിന്റെ പിതാവ് സാക്ഷാൽ അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും പ്രാകൃതമായ ഒരു ഭാഗമാണ് ഈ തീവ്രവാദ പ്രസ്ഥാനം. എന്തിനു വേണ്ടിയാ? വെറുതെ ആയിരുന്നില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്, തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വത്തെ സംരക്ഷിക്കാൻ അവർക്ക് ഇന്ധനം വേണം. എന്താ ഇന്ധനം? ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണം, ലിക്വിഡ് ഗോൾഡ് അറബ് രാജ്യങ്ങളിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ അറബ് രാജ്യങ്ങളിലാണ്. ലോക ചരിത്രത്തിന്റെ, പുരാണത്തിന്റെ, ഇതിഹാസങ്ങളുടെ എല്ലാം സത്ത അറബ് രാജ്യങ്ങളിലാണ്. അറേബ്യൻ മണ്ണ് എല്ലാവർക്കും വേണം. അതിനെങ്ങനെയാ? കലാപുണ്ടാക്കണം. എവിടെ? അറബ് രാജ്യങ്ങൾ. എങ്ങനെയാ കലാപുണ്ടാക്കുക? തമ്മിൽ തെളിച്ചിട്ട്. എങ്ങനെയാ തമ്മിൽ തെളിയിക്കുന്നത്? മുസൽമാന്മാരെ തന്നെ. ആരെയാ ഉപയോഗിക്കുന്നത്? മുസ്ലിം ചെറുപ്പക്കാരെ. ഇത് നിങ്ങൾക്കറിയുന്നില്ലേ? അമേരിക്കയിൽ കണ്ടത്. ഇത് ഇവിടുന്ന് ആരംഭിച്ചതല്ല. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ഇസ്ലാം സമുദായം എന്ന് പിറന്നു വീണോ അന്ന് ലോകത്തിലെ ചൂഷകന്മാർ ആ സമുദായത്തിനെതിരായിരുന്നു. എന്ന് പറഞ്ഞു അന്നെതിരാ. കാരണം എന്താ? നബി തിരുമേനി പറഞ്ഞത് മുഹമ്മദ് എന്ന സ്തുതിക്കപ്പെട്ടവൻ എന്നല്ലേ? അല്ലേ മൗലവി സാഹിബേ? പിറന്നു വീണപ്പം അന്ന് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ചൂഷണം നടക്കുന്നു, കൊള്ളപ്പലിശ നടക്കുന്നു, ബ്ലേഡ് കമ്പനി. ഇവിടെ വിഗ്രഹം കൊണ്ടുവന്ന് വിറ്റ് മനുഷ്യരെ അന്ധന്മാരാക്കുന്നു. ഇവിടെ ഒരുപാട് നടക്കുന്ന, അവിടെ കഞ്ചാവും ചരസും, എന്താ അതിന്റെ പേര് നിനക്കറിയില്ല, മയക്കമരുന്നുകൾ, വ്യഭിചാരം, അതിനെ ശുദ്ധീകരിക്കാമെന്ന നബി തിരുമേനി.